റഷ്യ ഉക്രൈനുമായി ചർച്ച നടത്താൻ ഇരിക്കെയാണ് വളരെ ശക്തമായ ആക്രമണം കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായത്. കാരണം ഈ 3 വർഷത്തിൽ ഇത്രയധികം വലിയ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വാർത്തകളൊക്കെ. എന്തൊക്കെയാണ് വരുന്ന വിശദാംശങ്ങൾ? ഇത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. റഷ്യയ്ക്കും ഉക്രൈനും ഇടയ്ക്കുള്ള സ്ഥിരം പരിപാടിയാണ്. കഴിഞ്ഞ തവണ യുക്രൈനാണ് മുന്നിട്ട് റഷ്യയുമായി ചർച്ചയ്ക്കെന്ന് പറഞ്ഞു വന്നത്. അതിനു മുമ്പ് ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ഡ്രോൺ ആക്രമണം അവർ നടത്തിയിരുന്നു. 35 പേരാണ് റഷ്യയിൽ കൊല്ലപ്പെട്ടത്. കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് 6 പേരെ മരിച്ചിട്ടുള്ളൂ. സംഖ്യകൾ ചിലപ്പോൾ അവകാശപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമാകാം ഓൺ ദി ഗ്രൗണ്ട് റിയാലിറ്റി ലെവൽ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 വർഷമായിട്ട് തുടരുന്ന ഒരു യുദ്ധം. അതിൽ ഏറ്റവും ആക്രമണാത്മകമായിട്ടുള്ള ഒരു മുഖമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ ഉക്രൈനിലെ ഒരു വ്യവസായശാല കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ചെർണോബിലൊക്കെയുള്ള സ്ഥലമാണ്. ശാല കത്തിപ്പടരുകയാണ്. പല പ്രദേശങ്ങളിലും ഇരുട്ടിലാണ്. അവിടുത്തെ കുട്ടികൾ പലരും അഭയാർത്ഥികളായിട്ട് കഴിയുകയാണ്. റഷ്യയിലും ഇത് തന്നെയാണ് സ്ഥിതി. അവർക്ക് വേറെ ഒരു രാജ്യത്തോട്ട് പോകാൻ പറ്റാത്തതുപോലെ, അതിർത്തിയിൽ അവർ ലോക്കപ്പിലിട്ടതുപോലെ, ജയിലിൽ അടയ്ക്കപ്പെട്ടതുപോലെ, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യങ്ങളെല്ലാം തടയപ്പെട്ടതുപോലെ കഴിയുകയാണ് കഴിഞ്ഞ 3 വർഷമായിട്ട്. ഈ ഒരു യുദ്ധത്തിൻ്റെ അന്ത്യം താൻ ഇപ്പോൾ കൊണ്ടുവരും എന്ന് പറഞ്ഞാണ് ഡൊണാൾഡ് ട്രംപ് അവിടെ ക്യാപിറ്റോളിൽ അധികാരത്തിൽ ഏന്തിയത്. ഇനാഗുറൽ ഡേ എന്ന് പറഞ്ഞാണ്. അദ്ദേഹം അധികാരത്തിൽ ഏറിയ ദിവസം ഇനാഗുറേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇതിൻ്റെ രൂക്ഷതയും തീവ്രതയും മരണവും അതുപോലെ തന്നെ പരിക്കും കൂട്ടിയതല്ലാതെ യുദ്ധത്തിൻ്റെ ഒരു അറുതി വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലെവലിലുള്ള ഏതെങ്കിലും ഒരു ചർച്ച ഇതുവരെ നടത്തിയതായിട്ട് നമുക്കറിയില്ല. തീർച്ചയായിട്ടും അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ചർച്ച. അതായത് യുക്രൈനിലെ അപൂർവമായിട്ടുള്ള ധാതു നിക്ഷേപങ്ങൾ തങ്ങളുടെ രാജ്യത്തിന് വേണം. ഞങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച യുദ്ധ ചെലവിന് അത് നഷ്ടപരിഹാരമായി നൽകണം. അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് സെലൻസ്കി. അതും വ്ളാദിമിറാണ്. 2 വ്ളാദിമിർമാരുമായിട്ടാണ് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. സെലൻസ്കി അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തരത്തിലൊരു നേട്ടം അമേരിക്ക കൈവരിച്ചു എന്നുള്ളതല്ലാതെ ലോക സമാധാനത്തിനുള്ള ഒരു നേട്ടവും ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഡൊണാൾഡ് ട്രംപിന്. പക്ഷേ റഷ്യ ഉക്രൈൻ ഈ ഒരു യുദ്ധത്തിൽ നല്ലൊരു മീഡിയേഷൻ വഹിക്കാൻ പറ്റിയ ഒരു രാജ്യം അമേരിക്ക തന്നെയായിരിക്കും. അത് അമേരിക്ക മനഃപൂർവ്വം കളഞ്ഞു വിളിക്കുന്നതാണ്. അമേരിക്ക അല്ല എന്നുള്ളതാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് ഉത്തരം എന്ന് പറയുന്നത്. അമേരിക്ക അല്ല. തീർച്ചയായിട്ടും അമേരിക്കയ്ക്കുള്ളത് അവരുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമാണ്. രാഷ്ട്രീയമായിട്ട് സമാധാനം വരണമെന്നുള്ള ഒരാഗ്രഹവും അവർക്കില്ല. കാരണം ഇപ്പോൾ കണ്ടു, റഷ്യക്കെതിരെ അമേരിക്ക കൊടുത്ത സഹായത്തിന്, സാമ്പത്തികവും ആയുധപരവുമായിട്ടുള്ള മിലിറ്ററി ആയിട്ടുള്ള സഹായത്തിന് വേണ്ടി അവർ കണക്ക് ചോദിച്ച് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ലാഭമാണ്, നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. നഷ്ടം ഉണ്ടായിട്ടുള്ളത് ആർക്കാ? യുക്രൈനാണ്. അപ്പോൾ അവിടെ വരുന്ന മീഡിയേറ്റർ എന്ന് പറയുന്നത് ആരായിരിക്കണം? 2 രാഷ്ട്രങ്ങളോടും തുല്യ രീതിയിൽ സമനില പുലർത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രം. ആ രാഷ്ട്രം ഏതാ? രഞ്ജിനി നോക്കുമ്പോൾ ഏത് രാഷ്ട്രമാണ് അങ്ങനെ ഒരു പ്ലെയറായിട്ട് വരാൻ പറ്റുന്ന രാഷ്ട്രം? അത് മറ്റങ്ങും പോകേണ്ട കാര്യമല്ല, ഇന്ത്യ തന്നെയാണ്. ഇന്ത്യക്ക്, നരേന്ദ്രമോദിക്ക് ഈ രാജ്യങ്ങൾക്കിടയിൽ, യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഇടയിലുള്ള ഒരു അംഗീകാരം, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന പ്രദേശം, ഇവിടങ്ങളിലെല്ലാമുള്ള വമ്പിച്ച സ്വാധീനം. തീർച്ചയായിട്ടും അദ്ദേഹം എവിടെയും ബഹുമാനിക്കപ്പെടുന്നുണ്ട്. അത് നമ്മളിപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ആ അസൂയ വർത്തമാനങ്ങൾ കേട്ട് വിശ്വസിക്കേണ്ടതല്ല. എവിടെയും ഒരു സ്റ്റേച്ചർ, ഇന്ത്യയുടെ സ്റ്റേച്ചർ, അത് സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം കൊണ്ടും രാഷ്ട്രീയമായി അദ്ദേഹം സ്വീകരിക്കുന്ന നിഷ്പക്ഷമായിട്ടുള്ള, അതാണ് അടിവരയിട്ട് പറയേണ്ടത്, നിഷ്പക്ഷമായ നിലപാടുകൾ. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും 2 രാജ്യങ്ങളുമായിട്ടാണ് സംസാരിച്ചത്. അവിടെ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു പ്രമേയം വന്നപ്പോൾ അതിലൊപ്പിടാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഇറാനെതിരായിട്ട് വന്നപ്പോൾ അതിൽ അദ്ദേഹം വിസമ്മതിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് പുലർത്തുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമാണ് ഇന്നത്തെ അവസ്ഥയിൽ. സർ, ആദ്യം പറഞ്ഞതുപോലെ ട്രംപ് ശരിക്കും ഒരു കച്ചവടക്കാരൻ്റെ തന്ത്രമാണ് ഈ 2 രാജ്യങ്ങളിൽ, ഈ റഷ്യ ഉക്രൈനിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും പ്രയോഗിക്കുന്നത്. രാജ്യങ്ങളെ പരസ്പരം തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു ശൃഗാല തന്ത്രമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ശൃഗാല തന്ത്രം എന്ന് പറഞ്ഞാൽ ഈ കാളകളെ തമ്മിൽ പോര പിടിപ്പിച്ചിട്ട് അതിൻ്റെ രക്തം നക്കുക എന്ന് പറയുന്ന കുറുക്കൻ്റെ തന്ത്രം.
ഇപ്പൊ 477 ഡ്രോണുകളും 60 മിസൈലുകളുമാണ് റഷ്യ ഇപ്പോൾ ഉപയോഗിച്ചിരുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ വലിയൊരു ആഘാതമാണ് ഉക്രൈൻ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ 211 എണ്ണം വെടിവെച്ചിട്ടെന്നും 225 എണ്ണത്തിനെ ഇലക്ട്രോണിക് വാർഫയർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർവീര്യമാക്കിയെന്നും പറയുന്നു. പക്ഷേ ഈ 38 മിസൈലുകളിലെ പ്രതിരോധിക്കാൻ ബാക്കിയുള്ളവയാണ് ഇപ്പോൾ ഉക്രൈനിൽ പതിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സെലൻസ്കി ഇപ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട് കൂടുതൽ യുദ്ധോപകരണങ്ങൾക്കായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റഷ്യ തീർച്ചയായിട്ടും അവരുടെ പഴയ പൗരന്മാർ തന്നെയാണ്. അവരെ കൊല്ലാൻ ഉദ്ദേശിച്ചുള്ള ഒരു സൈനിക നീക്കമല്ല നടത്തുന്നത്. മിനിമം കാഷ്വാലിറ്റി, മിനിമം സിവിലിയൻസ്, ഇന്ത്യ സ്വീകരിച്ച നിലപാട് പോലെ തന്നെ അങ്ങനെ നിലപാട്. ആളെ കൊല്ലാൻ വേണ്ടിയല്ല. പിന്നെയോ അവരുടെ ഊർജ്ജ നിലയങ്ങൾ പലതും തകർത്തു കഴിഞ്ഞു റഷ്യ ഇതിനോടകം. ഇരുട്ടിലാണ് ഏറെ ഭാഗം, ഊർജ്ജത്തിന് പ്രതിസന്ധിയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അവർ ശ്രദ്ധിച്ചത് ആ ഒരു വ്യവസായശാല അത് തകർക്കുക എന്നുള്ളതാണ്. മിനിമം കാഷ്വാലിറ്റിയിൽ അവിടെ ജോലിക്കാരില്ലാത്ത സമയം അതുകൊണ്ടാണ്, അല്ലെങ്കിൽ വൻതോതിലുള്ള ഒരു ആൾനാശം അവിടെ ഉണ്ടാകുമായിരുന്നു. മിനിമം കാഷ്വാലിറ്റി ഇത് അബദ്ധത്തിൽ പറ്റുന്നതാണ്. അങ്ങനെ പറ്റിയ നാശം മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ ഓർക്കണം. കാരണം അവിടുത്തെ ആളുകളെ കൊല്ലുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം, മറിച്ച് അവരെ തകർക്കുക, നിലയ്ക്ക് നിർത്തുക. എങ്കിൽ മാത്രമേ അതിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ഇപ്പം ഈ ആക്രമണം നടത്തിയത് എന്തെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ ഒരു ബാർഗെയിനിങ് പവർ റഷ്യക്ക് കിട്ടുകയുള്ളൂ. ബാർഗെയിനിങ് പവറിന് വേണ്ടിയാണ് ഇപ്പം ചെയ്ത യുദ്ധം തന്ത്രപരമായിട്ട്. കാരണം ഒരു മേശയ്ക്ക് വശവും അവരിയ്ക്കുമ്പോൾ ഒരു മേൽക്കൈ കിട്ടണമെങ്കിൽ മാത്രമേ റഷ്യ പറയുന്നത് പോലെ യുക്രൈൻ കേൾക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ രഹസ്യം. അതിനുവേണ്ടിയാണ് ഈ ആക്രമണം നടത്തിയത്. പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. നേരത്തെ ഇതിന് തൊട്ടു മുമ്പ് യുക്രൈൻ നടത്തിയ ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിൽ യുക്രൈൻ ചെയ്തത് വലിയൊരു ചതിയായിരുന്നു. ഈ ട്രോജൻ കുതിരയെ യുദ്ധത്തിന് ഇറക്കിയതുപോലുള്ള ഒരു സംഭവമാണ്. അതായത് അവർ ഒരു ട്രക്ക് അങ്ങോട്ട് അയച്ചു, ഒരു മൂടി വെച്ച ട്രക്ക് അങ്ങോട്ട് അയക്കുകയും ക്രെംലിന് സമീപം ചെന്നപ്പോൾ അത് തുറക്കുകയാണ് ചെയ്തത്. ആ തുറന്നു കഴിഞ്ഞപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ പറന്ന് ലോറിയിൽ നിന്ന് പോകുന്നത് പോലെ 400-ലേറെ ഡ്രോണുകൾ അതിൽ നിന്ന് പറന്ന് അവിടെയുള്ള പൗരന്മാരെയും റഷ്യയുടെ ഭരണ സ്ഥിരാകേന്ദ്രത്തെയും കേടുപാടുള്ളതാക്കി മാറ്റുകയുമാണ് ചെയ്തത് എന്ന് ഓർക്കണം. അങ്ങനൊരു ചതിയിൽ കൂടിയാണ്. അതൊരു പ്രൈവറ്റ് വ്യവസായി ഉണ്ടാക്കിയ ഡ്രോണുകളാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പരീക്ഷണം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ പോയിട്ട് അത്തരം ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള സാങ്കേതിക വിദ്യകളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തും ആ വ്യവസായിക്ക് വലിയ ഡിമാൻഡ് വരുന്നുണ്ട്. അതിൽ ലാഭത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് പോകും. പക്ഷേ ഈ മരിച്ച ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഏതെങ്കിലും ഡ്രോണിന് കഴിയുമോ? ഇല്ല. നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. റഷ്യ സംസാരിക്കുന്ന പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുത്താൽ പ്രശ്നം തീരും. അതല്ല, നിങ്ങൾ റഷ്യൻ ഭാഷ ഇനി സംസാരിക്കേണ്ട, ഇനി ഞങ്ങളുടെ ഭാഷ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കലാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ, സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത് റഷ്യ അവരുടെ ജനാധിപത്യത്തിന് വേണ്ടി, ആ ആൾക്കാരുടെ ജനാധിപത്യത്തിന് വേണ്ടിയാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത്. അതേസമയം യുക്രൈൻ യൂറോപ്പിൻ്റെ സഹായത്തോടു കൂടി റഷ്യയെ അടിച്ചു മലർത്താം, കുസ്തി പിടിച്ച് മലർത്താം എന്നൊരു ചിന്ത, ഈഗോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, യുക്രൈനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് പഴയ നാസികളാണ്. ഹിറ്റ്ലറോടൊപ്പം റഷ്യയോട് പോരാടിയ വീരന്മാരാണ്. അവരിൽ ഒരാളെ തന്നെയാണ് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന് അവരുടെ ഉപദേഷ്ടകനായിട്ട് യുക്രൈൻ വെച്ചിരിക്കുന്നതെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും വിദേശ മാധ്യമങ്ങൾ, ടൈം ഉൾപ്പെടെയുള്ള മാസികകൾ ഒക്കെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അത് വായിക്കുന്നവർക്കത് വളരെ വേഗം മനസ്സിലാവുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.